പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കറക്റ്റ് പേര് ആൽബർട്ട് ചേട്ടൻ തന്നെ. പുള്ളിക്ക് കാല് രണ്ട് സ്വാധീനമില്ലാത്ത മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹം ഈ ചുങ്കപ്പാറ വന്നിട്ട് ഏതാണ്ട് 40 വർഷമായി. ഈ ഞാനിപ്പം കാണിക്കുന്ന പ്ലേസിൽ, അതായത് പഞ്ചായത്തിൻ്റേതായ നേരത്തെ ഒരു കാർഷിക വിപണി ഉണ്ടായിരുന്നു. ഈ കാർഷിക വിപണിയിൽ ഇദ്ദേഹം വന്നിട്ട് ഏതാണ്ട് ഒരു 6 വർഷത്തോളമായി. ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ്. അതായത് ഇദ്ദേഹം ഒരു കട്ടിലൊക്കെ ഇട്ട് ഇങ്ങനെ താമസിക്കുകയാണ് കേട്ടോ. അപ്പം പുള്ളിയുടെ അംഗവൈകല്യവും മറ്റുള്ളതൊക്കെ ഇത് കണ്ടുകൊണ്ട് നന്മയുള്ള പലരും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, അദ്ദേഹത്തിന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ. ഉച്ചയ്ക്ക് എത്ര മണിക്ക് വരും ആൽബർട്ട് ചേട്ടാ? ഒന്ന് ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ 12 മണിക്കും വരും. ഒരു 3 മണിക്ക് മുമ്പേ ഒരാൾ കൊണ്ടുതരും. ഒരാൾ വേറൊരാൾ വൈകിട്ട് 7 മണിക്ക് മുമ്പേ കൊണ്ടുവരും. അപ്പോൾ 2 പേര് കൊണ്ടുതരും. ഉച്ചയ്ക്ക് ഒരു ഫുഡ്, ഉച്ചയ്ക്ക് രാവിലത്തെ ഫുഡ് കടയിൽ ഏൽപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ ജീവിക്കുന്ന കണ്ടോ, ഇതുപോലെ ജീവിക്കുന്നവർ കണ്ടോ, ഒരു പരിധിവരെ ദൈവം, അതായത് നന്മ ഉദ്ദേശിച്ച് പലരും ഇവരെ പോലുള്ളവരെ സഹായിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ പൊതുസമൂഹത്തിൽ ഇവർ ചിന്തിച്ചാണ് അത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ലില്ല. എത്ര നാൾ മുമ്പ് ഈ സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് വന്നാൽ നിങ്ങൾ? അവിടെ നിന്ന് വന്നിട്ട് 46. ഈ 46 വർഷമായിട്ട് ചുങ്കപ്പാറയിലോട്ടാണ്. പഞ്ചായത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾ കേൾക്കണം. കാരണം നമ്മൾ മറ്റൊന്നും നോക്കണ്ട. ഇതുപോലുള്ള ആൾക്കാരെ വഴിയോരങ്ങളിലും മറ്റും താമസിക്കുക. അതുപോലെ ഇതുപോലുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. ഇപ്പം KSRTC കണ്ടക്ടറുടെ കാര്യം പറഞ്ഞില്ലേ? KSRTC കണ്ടക്ടർ ആരാന്നറിയത്തില്ല. നേരത്തെ ഞാൻ കണ്ടു പരിചയമുള്ള, അല്ലാതെ നാടെവിടെ വീടെവിടാന്നൊന്നും ഒന്നും അറിയത്തില്ല. അത് വന്ന് ആഴ്ചയിൽ സഹായിക്കുന്നുണ്ട്. ആഴ്ചയിൽ വന്ന് സഹായിക്കുന്നുണ്ട്. എന്നാ കൊണ്ടിരുന്നേ? ആദ്യം 100 രൂപയും തരും, 3 ചെറുകടിയും ഉണ്ട്. 3 ചെറുകടി കണ്ടോ. ഇതുപോലുള്ള നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ. നന്മ, അതായത് ഇതുപോലുള്ള ആൾക്കാരെ കണ്ട് ഭക്ഷണം പാകം ചെയ്ത് ചെറിയ രീതിയിലൊക്കെ നേരത്തെ ഭക്ഷണം, അതുപോലെ കടുങ്കാപ്പിയൊക്കെ നന്നായിട്ട് ഇവിടെ ഉണ്ടാക്കിയല്ലേ? നേരത്തെ ഉണ്ടാക്കുമായിരുന്നു, വയ്യ. ഇപ്പം അസുഖം വല്ലതും ഉണ്ടോ? വേറെ അസുഖമൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ആൽബർട്ട് കാലിൻ്റെ സ്വാധീനമില്ല. എത്ര വയസ്സുണ്ട് ഇപ്പോൾ ആൽബർട്ട് ചേട്ടൻ? 70 വയസ്സ്. നമ്മുടെ റിലേഷൻ വല്ല നാട്ടുപുറത്തുണ്ടോ? അല്ല, അങ്ങ് നാട്ടിൽ ഉണ്ടോ? ആരുമില്ലേ? ഉണ്ട്. ഈ ആൽബർട്ട് ചേട്ടൻ ഇവിടെ വേറെ കാര്യമുണ്ട്. അദ്ദേഹത്തിന് അസുഖങ്ങളും മറ്റൊന്നുമില്ല. അതൊക്കെ ഭയങ്കര ദൈവാനുഗ്രഹമാണ് കേട്ടോ. നമ്മുടെ ഈ കാണുന്ന ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആവശ്യത്തിനുള്ള മരുന്ന് അല്ലേ ഇവിടെ നിന്നല്ലേ കൊടുക്കുന്നത്? എല്ലാ മാസവും നമുക്ക് അന്നേരം കണ്ടോ. ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കോട്ടാങ്കാലത്തിൻ്റെ ബ്രാഞ്ചാണ് ഇവിടുത്തെ കുടുംബക്ഷേമ കേന്ദ്രം, ജനകീയ ആരോഗ്യ കേന്ദ്രം. ഈ ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ വേണ്ട രീതിയിലുള്ള മരുന്നും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇതുപോലെ നമ്മൾ സമൂഹത്തിൽ ആയിരക്കണക്കിന് പേര് വഴിയോരങ്ങളിലും വെയിറ്റിംഗ് ഷെഡിലും ഇതുപോലുള്ള സർക്കാർ മന്ദിരങ്ങളുടെ പുറംപോക്കിലും താമസിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. ഇതിൻ്റെ സഹായം കിട്ടാത്തവരും ഉണ്ട്, നിരവധി പേരുണ്ട് കേട്ടോ. അദ്ദേഹം ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ആൽബർട്ട് ചേട്ടൻ സന്തോഷവാനാണ് അല്ലേ? സന്തോഷവാനല്ലേ? സങ്കടവും ഇല്ല. അപ്പോൾ ആൽബർട്ട് ചേട്ടൻ ചുങ്കപ്പാറ വിട്ട് പോകാൻ താല്പര്യമുണ്ടോ? ഒരിക്കലും പോവല്ലോ, ഒരിക്കലും. അതാണ് ചുങ്കപ്പാറ നിവാസികൾ. അത് തന്നെ നമ്മളിതെല്ലാവരും കാണണം കേട്ടോ. ചുങ്കപ്പാറ നിവാസികളുടെ സഹായവും സഹകരണം കൊണ്ട് ജീവിക്കുന്ന ആൽബർട്ട് ചേട്ടനെ നമ്മൾ എല്ലാവിധമായ ആശംസകളും കൊടുക്കുക. പിന്നെ ഒരു കാര്യം ആൽബർട്ട് ചേട്ടനോട് നമ്മുടേതായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഈ ആൽബർട്ട് ചേട്ടനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇരു കയ്യാറി നിങ്ങൾ തന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു നന്മയായിരിക്കും എന്ന് മാത്രം കണക്ക് കൂട്ടുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, മതി.